ഹലോ ഗായ്സ്, ഈ നീറ്റിനില്ല എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആയുഷ് ശശി, നോട്ട് എ സിമ്പിൾ ആയുഷ് ശശി, ബട്ട് ദ ഫ്യൂച്ചർ ഡോക്ടർ ആയുഷ് ശശി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടന്നുകൊണ്ട് പഠിക്കണം, തെരപ്പര നടന്നുകൊണ്ട് പഠിക്കണം. എങ്ങനെയുള്ള ഉൾവിളി നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ഫ്രഷ് മൂൺ സൊല്യൂഷനും കൊണ്ടാണ് ഇന്നത്തെ എന്റെ വരവ്. നീറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിഷമിപ്പിക്കാനായിട്ട് 3 വിഷയങ്ങളുണ്ട്: ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി. ഇതിൽ ഇഷ്ടപ്പെട്ട വിഷയത്തെ കഷ്ടപ്പെട്ട് മനസ്സിൽ ധ്യാനിച്ച് ശീർഷാസനം ചെയ്യുക. Come on guys. പല തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ വന്നേക്കാം, ഇതുപോലെ. പക്ഷേ അതിലൊന്നും നമ്മൾ പതറരുത് ഗൈസ്. അയ്യോ, എന്റെ മോനെ തല ഇരിഞ്ഞേ. എന്തുവാടാ, തലക്കറിയോ? വെള്ളച്ചോരയുടെ ആണോടാ? എന്നാ നല്ലതാണ്. പണിപ്പാളി ഗൈസ്. പക്ഷെ എൻ്റെ വേറെ ഐഡിയ ഉണ്ട്. എത്ര വീർപ്പ് മുട്ടിയാലും ശ്വാസം മുട്ടാതെ നീറ്റിനെ എങ്ങനെ ഏറ്റുമുട്ടാമെന്നാണ് ഇതിലൂടെ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഇത് വർക്കൗട്ട് ആവും ഗൈസ്. ആദ്യം ചക്രം പിടിഞ്ഞിരിക്കുക. ചക്രം പണിഞ്ഞിരിക്കുവല്ലടാ, ചമ്രം പണിഞ്ഞിരിക്കാന്ന് പറ. I know that you don't have any funny. You both simply sitting together and giving always a tinda funny to me. പന്നിയോ? അച്ഛാ, പന്നിയല്ല പണി. പന്നിയാണ് നമ്മളെ കൂർക്ക ഇട്ട് വെക്കുന്നത് നല്ലതാ. അല്ലെ കായാണ് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യത് നേരം തീറ്റയുടെ വിചാരം ചെവിയും കേൾക്കാത്ത ഒരു കാർന്നൊരു ബോധമില്ലാത്ത ഒരു അച്ഛൻ, മകതൊരില്ലാത്തൊരു മോനും. മീനോ? അച്ചാറോ? മീനച്ചാറാണ് നല്ലതാടാ. നല്ലതാ. ഇവരെന്നെ ഒരു കൊലപ്പുള്ളിയാക്കി മാറ്റും. കൊടംപുളിയൊക്കെ ഇട്ട് ആരെങ്കിലും മീനച്ചാറ് വെക്കുവോടാ? ഇപ്പോഴത്തെ കാലമല്ലേ, വെക്കുമായിരിക്കും. ആർക്കറിയാം. തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ തന്നാ മതി. പഴയ പോലെ വായിക്ക്, രുചിയൊന്നും ഇല്ല. എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചിവിടെയൊക്കെ കിടക്കാം. ഇങ്ങനെ ഗതിയില്ലാത്ത കാരണവന്മാരെ ലോകത്ത് ഒരു നീറ്റ് എക്സ്പെരിമെന്റ് കൊടുത്തേക്കല്ലേ. 85 വയസ്സുള്ള യുവതി വരനെ തേടുന്നു. അതും പോയോ? I am back. അപ്പോൾ ദേ നമ്മുടെ നീറ്റ് 2024 എക്സാമിന് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ സുപ്രധാനപ്പെട്ട ഒരു വിവരം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു സാധനം കാണിക്കാം. ഓർമ്മയോ? ഓർമ്മയ്ക്ക് നല്ലത് സന്തോഷപ്രമേയാടാവേ. ഞാൻ പണ്ട് എന്തോരം കഴിച്ചിട്ടുള്ളതെന്നറിയാമോ? പക്ഷേ ആ കുപ്പി എവിടെയാ വെച്ചതെന്ന് ഞാൻ മറന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. പോയി ഗൈസ്. അപ്പൊ അതെ ആയുഷിന്റെ OMR പൂജ്യം വെട്ടിക്കള്ളി സസികുട്ടൻ എന്റെ OMR പൂജ്യം വെട്ടി കളിച്ചത് ഇവിടെ. എടാ മോനെ, അതെ, ഇന്നലെ അവിടെ പേപ്പർ ഇരുന്ന് വട്ടം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ ഉണ്ടല്ലേ അച്ഛനൊരു നൊസ്റ്റാൾജി വന്നു. അപ്പൊ അച്ഛനും എൻ്റെ അപ്പൂപ്പനോടുണ്ടല്ലേ അതെടുത്തിട്ട് പൂജ്യം വെട്ടി കളിച്ചു. എന്തോ സൂപ്പർ കളിയാണെന്ന് അറിയാമോ? പല കിണ്ണം കാച്ച കളി. എന്റെ നീറ്റലോ? നിനക്കും ഉണ്ടോടാ കുഞ്ഞ നീറ്റൽ? ഇത് എൻ്റെ ഈ പടലിയുടെ അവിടെ നീറ്റൽ ഇതുവരെ മാറിയിട്ടില്ല. ആരോട് പറയാനാ, ആര് കേൾക്കാനാ? ഞാൻ എൻ്റെ മകനെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊന്നും നടന്നില്ല. അവൻ്റെ മകനെ, അതായത് നിന്നെ, ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചു. അത് നടക്കൂ? ആർക്കറിയാം. അല്ല, അപ്പൊ എന്തായിരുന്നു മുത്തച്ഛന്റെ ആഗ്രഹം? എൻ്റെ അല്ലല്ലോടാ, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമല്ലായിരുന്നോ? എന്നെ ഒരു മൃഗ ഡോക്ടറാക്കണമെന്നായിരുന്നു. എന്നിട്ടോ? എന്നിട്ട്
ആടി ഇവിടെ നല്ല പുല്ലുണ്ടല്ലോ ഇങ്ങോട്ട് വരാനല്ലോ ഇങ്ങോട്ട് ആണ്ടവും തിരയും വഴിയേ പലനാളീ അലയും പതിയേ. മുത്തച്ഛ അച്ഛൻ അച്ഛേ 2024 നീറ്റ് എക്സാം ഈ വരുന്ന മെയ് 5-നാണ്. അതുവരെ മുത്തച്ഛന്റെ വയറിനടച്ചിരുന്നാൽ മുത്തച്ഛന്റെ ആഗ്രഹവും മുത്തച്ഛന്റെ അച്ഛന്റെ ആഗ്രഹവും ഈ എന്റെ അച്ഛന്റെ ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. കൊച്ചുമകന്റെ ആഗ്രഹം നടക്കാൻ ചെവിക്ക് ലേശം കേൾവിക്കുറവുള്ള മുത്തച്ഛൻ മിണ്ടാതെയായി. മകന്റെ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും ഒക്കെ എന്താണെന്നറിയാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ അച്ഛൻ പിന്നീടൊരു ചെറിയ റീൽ അഡിക്റ്റായി. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. നീറ്റ് എങ്ങനെ നീറ്റായിട്ട് എഴുതാം, കൃത്യമായി എയിം വെക്കൂ, എയിംസ് നേടൂ. നീറ്റ് എന്നാൽ നോ എന്റർടൈൻമെന്റ്, എക്സ്ട്രീം ടെൻഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെയും പേടിപ്പിച്ച് ആയുഷ് ശശി 2024 നീറ്റ് എഴുതി. അന്നത്തെ പരീക്ഷ കഴിഞ്ഞ് ആയുഷ് ശശിയുടെ ഒരു വരവുണ്ട്. അന്നെന്റെ നീറ്റിത്ര തെളിഞ്ഞിട്ടില്ല, അന്നെന്റെ ഓയന്മാരെത്ര കരുത്തിട്ടില്ല, മാർക്ക് ചെയ്യാൻ അറിയില്ല, ഫില്ല് ചെയ്യാൻ അറിയില്ല, കറക്കി കുത്തി നീറ്റ് കിട്ടിയ വൈറൽ യൂട്യൂബർ. കറക്കി കുത്തി നീറ്റ് കിട്ടിയ വൈറൽ യൂട്യൂബർ. വയലാർ പാടോ ഇതുപോലെ. അങ്ങനെ ജൂൺ 4 ആദ്യം റിസൾട്ട് വരും. നീറ്റ് കിട്ടിയില്ല ഗായ്സ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപണം. പരീക്ഷ വീണ്ടും നടത്തണമെന്നാണ് ആവശ്യം. പിന്നീട് അങ്ങനെ നീറ്റ് 2024 വലിയ വിവാദത്തിലാവും. എനിക്കറിയാവുന്ന ഗൈസ്, ഇതെന്റെ കുഴപ്പമില്ല. എന്റെ പോനിക്കൊരു അമ്മയുടെ സത്യം, ഞാൻ എത്ര നീറ്റായിട്ട് ചെയ്ത് നീറ്റാണ് ഇപ്പൊ 4 കേസായിട്ടിരിക്കുന്നത്. റീനീറ്റ് ടൈപ്പ് ചെയ്യാം. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി. വിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ സുപ്രീം കോടതി വീണ്ടും വന്നു. ഗൈസ്, നീറ്റില്ല ഗൈസ്. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഹലോ ആ സുഖോട് അങ്ങനെ പോകുന്നു. നീറ്റിന്റെ പരീക്ഷ നിന്റെ ചെറുക്കാൻ എഴുതിയില്ലായിരുന്നു, സ്കോർ? ഓ ജസ്റ്റ് മിസ്സടാ. 635 മാർക്ക് അത്ര കിട്ടിയുള്ളൂ. നിന്റെ മോനോടാ? അവന് കിട്ടി, അവന് 10,285 മാർക്കുണ്ട്. ആണോ? എടാ നീ ഒരു കാര്യം ചെയ്യ്, ധൈര്യമായിട്ട് ബെർലിനിലേക്ക്. ഈ വർഷം റിസൾട്ട് മുഴുവൻ അവിടെ അല്ലായിരുന്നോ? പാല ബെർലിന്റെ അല്ലേ? അതെ അതെ. ഈ സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റും. ശരി ശരി ശരി. നല്ല മാർക്കൊക്കെ ഇല്ലേ? ശരി ശരി ശരി. ഒരു വർഷം ബെർലിനിൽ ചെന്ന് പഠിക്കട്ടെ. എന്റെ ഒരു മാമന്റെ മോനുണ്ട്, ഞാൻ അവനെ നാളെ നിങ്ങളുടെ കൂടെ വിടാം. നല്ല വൃത്തിക്ക് സംസാരിക്കും, കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് അറിയാവുന്ന ഒരു പയ്യനാ. ആണോ? എന്നാ ഒന്ന് ശരിയാക്കണേടാ. വലിയ ഉപകാരമായിരിക്കും. ഓക്കെ ശരി ശരി. നിനക്ക് ഡിപ്രഷൻ, അച്ഛനാണെങ്കിൽ പുറത്തിറങ്ങിയാൽ ആരോട് സംസാരിക്കാത്ത ഒരു ഇൻട്രോവേർട്ട്. പേടിക്കണ്ട, അമ്മാവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കമോൺ.
മാമന്റെ മോൻ. കാഷ്വാലിറ്റി കാഷ്വാലിറ്റി റിസപ്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? റിസപ്ഷൻ വന്നൊന്നുമല്ല ഞങ്ങളെ അഡ്മിഷൻ വന്നതാ. വിളിക്കാത്തൊരു പരിപാടിക്ക് പോകാറില്ല. റിപ്പീറ്റേഴ്സ് ഓഫ് ലൈൻ ആണോ? ജസ്റ്റ് സാറിനെ കണ്ടാൽ മതി. ആ ക്യൂ കണ്ടോ? അതിന് പുറകോട്ട് പോയി നിന്നോ. പൊക്കോ 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 പൊക്കോ. എന്താവോ എന്ന്. മോള് ധൈര്യമായിട്ട് ചെല്ല്. ഓരോ തവണയും മാർക്കിങ്ങിന് കൂടി വന്നാൽ MBBS സീറ്റ് ഉറപ്പാ. മോള് ധൈര്യമായിട്ട് പൊക്കോ 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 പൊക്കോ. നെക്സ്റ്റ്. ഈ അടുത്ത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് എങ്ങനെയുണ്ട്? 695. പിന്നെന്താ മോളുടെ മുഖത്ത് ഇത്ര വിഷമം? എനിക്ക് സങ്കടമൊന്നുമില്ല. ഇല്ല. പിന്നെ വന്നേ. എന്റെ ബർത്ത്ഡേ. ഓ ഐ സി. എല്ലാവിധ പാട്ടുകളും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും മോൾക്ക് നേരുന്നു. ചെല്ലു. ഓ ഐ സി. നെക്സ്റ്റ്. അയ്യോ അതല്ല, ഞാൻ വാ എന്ന് കാണിച്ചതാ. വാ. ജസ്റ്റിസ് സാറല്ലേ? അതെ. ഓക്കെ, ഇവിടെ ചേർന്ന് നിൽക്കും. ആരായിരുന്നു? ആയുഷ്. ഓ, ആയുഷ് കൗൺസിലിങ്ങിന്റെ കാര്യം അറിയാമെന്നാണ്. അത് ഇവിടെ അല്ല, അത് ശിവൻ സാറിന്റെ അടുത്ത്. അവിടെ ചെല്ലേണ്ടത്. അയ്യോ അതല്ല, ഇവന്റെ പേരാ പറഞ്ഞത്. ആയുഷ്. ഓ ഐ സി. AC വേണോ? വേണ്ട AC വേണ്ട. എന്താണ് ആയുഷിന്റെ മുഖത്തിന് മ്ലാനത? സാറേ, നീറ്റ് 2021 ഇവന് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി പ്രതീക്ഷയോടെ പരീക്ഷ എഴുതിയത്. ഓക്കെ. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്ലേയിങ്. ഓ ഐ സി. വോയിസ് അല്ല സാർ, ജനറലാ. അല്ലേ? കേട്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ഇതിവന്റെ ആദ്യ റിപ്പീറ്റ് ആണോ? അയ്യോ അല്ല, ഇതവന്റെ അച്ഛനാണ് സാർ. ഏതാ ഈ പച്ച പരിഷ്കാരി? ഒരു കുറച്ചേരം മിണ്ടടിക്കാൻ പറയാൻ പറ്റൂ? ഞാൻ ഉദ്ദേശിച്ചതേ, നിങ്ങൾ വേറെ ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പഠിച്ചിട്ടുണ്ടോന്നാ? ആ ഉണ്ട് സാറേ, അവനെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഓ, എത്രയുണ്ട് മാർക്ക്? 635. യെസ്, ഫ്ലക്സ് കയറി. ഫിക്സ് വന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലോ. ഒട്ടും പേടിക്കണ്ട. സെപ്റ്റംബർ 25 ഒരു കിടിലൻ ഓഫ്ലൈൻ റിപ്പീറ്റർ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. സ്കോളർഷിപ്പ് കിട്ടാനുള്ള മാർക്ക് കിട്ടും. കേരളത്തിലെ ടോപ്പേഴ്സ് എല്ലാം ഉള്ളത് ബ്രില്യൻറ്റിലാണ്. അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് പഠിക്കാൻ മേലേ. ഇന്ത്യയിലെ നമ്പർ 1 ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സിലേക്കാണ് ഇവനിരിക്കാൻ പോകുന്നത്. എൻട്രൻസ് മേഖലയിലെ എല്ലാ പുസ്തകങ്ങളും അടങ്ങിയ ഗംഭീര ലൈബ്രറി, എല്ലാ ആഴ്ചകളിലും കൃത്യമായി നടത്തുന്ന നീറ്റ് എക്സാമിനേഷനുകൾ, കിഡിലൻ ഹോസ്റ്റലുകൾ, അടിപൊളി ഫുഡ്, പിന്നെ സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞാ ചുമ്മാ തീ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിക്കണം. അതാ ബ്രില്യൻറ്റിൻ്റെ ഒരു ലൈൻ. പിന്നെ ഈ വർഷം നീറ്റ് എക്സാമിന് 720 നേടി 1 കോടി രൂപ സമ്മാനം നേടിയ നമ്മുടെ വിദ്യാർത്ഥി ശ്രീനന്ദ് ശർമ്മിലിനെ അറിയത്തില്ലേ? അടുത്ത വർഷം 720 നേടി രാജ്യത്ത് ഒന്നാമനായി 1 കോടി രൂപ നേടുന്നത് മോനല്ലെന്ന് ആര് കണ്ടു? ഒറ്റയ്ക്ക് വഴികെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ കുട്ടികളെ. അയ്യോ, എൻ്റെ 1 കോടി, 50 ലക്ഷം, 25,000, 1,000 എങ്കിലും. ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാൽ എല്ലാം നടക്കും. പക്ഷെ പഠിക്കണം, ബ്രില്യൻ്റ് പറയുന്ന പോലെ തന്നെ പഠിക്കണം. അല്ലാതെ സമയം വെറുതെ കളയാൻ പാടില്ല. കഷ്ടപ്പെട്ട് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ആർക്കും MBBS സീറ്റ് കരസ്ഥമാക്കാവുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ആയുഷ് അല്ലേ? ആയുഷ് എന്തായി? സാറേ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും പ്രൊഫസേഴ്സും മെൻറ്റേഴ്സും ഡയറക്ടേഴ്സും നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അത് വേറെ ലെവലാണ്. പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ കരിയറിനെ കുറിച്ച് കാണുന്ന ഡ്രീംസ് നിങ്ങളും കാണുന്നുണ്ട്, ഞങ്ങളുടെ ഡ്രീം ജയിച്ച് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ പോരെ സാറേ. പിന്നെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ മാർക്കുകളൊക്കെ കൂടി വരുന്നുണ്ട്. അല്ല, അപ്പം നിന്റെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ? അതെ. അപ്പൊ ഗൈസ്, നീറ്റായിട്ട് എങ്ങനെ നീറ്റ് പഠിക്കാം, എയിം ഉണ്ടെങ്കിൽ എങ്ങനെ എയിംസിലെത്താം എന്നൊക്കെ എനിക്ക് ബ്രില്യൻ്റ് ചേർന്നപ്പോൾ മനസ്സിലായി.
അപ്പോൾ അതെ ഞാൻ ബ്രില്യൻറ്റിന്റെ സെപ്റ്റംബർ 25-ാം തീയതി തുടങ്ങാൻ പോകുന്ന ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഐ ആം ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ ടു ഫോക്കസ് ഓൺ മൈ നീറ്റ് ജേർണി. സോ അടുത്ത വർഷം ഇതേ ദിവസം ഇതേ സമയം ഏതെങ്കിലും മെഡിക്കൽ കോളേജ് വെച്ച് നമ്മൾ ഉറപ്പായിട്ടും കാണും. സോ ആയുഷ് ശശി സൈനിങ് ഓഫ്. നോട്ട് എ സിമ്പിൾ ആയുഷ് ശശി, ദ ബ്രില്യൻറ്റ് ഫ്യൂച്ചർ ഡോക്ടർ ആയുഷ് ശശി.